സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സൂചന നിനക്ക് നൽകിയതാണ്. വിട്ടുവീഴ്ചയാണ് ഏറ്റവും വലിയ സ്നേഹം. പുറത്തു കൊടുക്കാൻ കഴിയണം. 2, 3, 4, 5 വർഷങ്ങളായിട്ട് സ്വന്തം ഭാര്യയോട് മിണ്ടാത്ത, ഒരു കലാമ് പറയാത്ത ഭർത്താക്കന്മാരുണ്ട്. നിസ്കാരം റെഡിയാണ്, ദീനീ ഖിദ്മത്തൊക്കെ ഉഷാറാണ്. അവരുടെ സ്ഥാനമാനങ്ങളൊക്കെ കേട്ടാൽ നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞു പോകും, പിന്നെ തവ്വലല്ലാഹു ഉംറഹു. പക്ഷേ അകക്കഴമ്പിലേക്ക് പോയാല് നേരെ തിരിച്ചാണത് വേർക്കാൻ തോന്നുന്നത്. വിട്ടുവീഴ്ച ചെയ്യണം സഹോദരങ്ങളെ. സ്വന്തം ഇണകൾക്ക് വിട്ടുവീഴ്ച ചെയ്യണം. ബാപ്പൊരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ, ഉമ്മൊരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ, കൂട്ടുകാരികളെ പിണങ്ങരുത്, തെറ്റരുത്. നമ്മുടെ ഭാവിക്ക് വേണ്ടിയാണ്, നമ്മോടുള്ള ഇഷ്ടത്തിന് വേണ്ടിയാണ്. ഗൗരവമായിട്ടൊരു കാര്യം പറഞ്ഞത് സ്നേഹം കൊണ്ടാണ്. നമ്മളെ അടിച്ച് ഒരു ഭാഗത്തേക്ക് കുഴിച്ചിടണം എന്ന നിലക്കല്ല, നമ്മളോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തിന് വേണ്ടിയാണ്. പിണങ്ങരുത്. പ്രായം കൂടുതലായി സ്വന്തം ഇണയോട് ഇനി പിണങ്ങിയിട്ട്, ഭാര്യയ്ക്ക് ഏതായാലും ആരോഗ്യമില്ലല്ലോ, ഇനി അങ്ങനെയൊക്കെ മതി എന്നുള്ള നിലക്ക് സ്വന്തം കാര്യം മുന്നോട്ട് നീക്കിയിട്ട് സംസാരിക്കാതെ പോകരുത്. മക്കളിൽ നിന്ന് അപാകതകൾ വന്നാൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അവരെ കൂടെ കൂട്ടണം. സ്വന്തം സഹോദരന്മാരോട് പിണങ്ങിക്കഴിയരുത്, സഹോദരിമാരോട് പിണങ്ങിക്കഴിയരുത്. ഏറ്റവും വലിയ നിന്റെ കുടുംബം എന്ന് പറയുന്നത് ബാപ്പയുടെയും ഉമ്മയുടെയും രക്തബന്ധങ്ങളാണ്. ബാപ്പ മരിച്ചാലും ഉമ്മ മരിച്ചാലും നിലനിൽക്കുന്ന കടപ്പാടുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞില്ലേ, ബാപ്പയിലൂടെ ചേർക്കപ്പെടുന്ന ബന്ധങ്ങൾ, ഉമ്മയിലൂടെ ചേർക്കപ്പെടുന്ന ബന്ധങ്ങൾ, വഫാത്തായി പോയ ബാപ്പാക്കും വഫാത്തായ ഉമ്മാക്കും നിറവേറ്റുന്ന സ്നേഹബന്ധമാണ്. ഇവരെത്ര കാലം ജീവിച്ചിരിക്കുന്നുണ്ടോ അവനോട് സ്നേഹത്തോടൊരു പരിഗണന വേണം. ഇന്ന മിൻ അബറിൽ ബിർരി അയ്യസിലർ റജുലു വുദ്ദ അബീ. സ്വന്തം ബാപ്പാന്റെ സ്നേഹിതന്മാരോട് നല്ല ബന്ധം പുലർത്തുന്നതും ബാപ്പാനോട് ചെയ്യുന്ന നന്മയിൽ ഗുണത്തിൽപ്പെട്ടതാണ്. അദ്ദേഹം ബാപ്പാന്റെ കൂടെ ജോലി ചെയ്ത ആളാണ്, ബാപ്പാന്റെ കൂടെ പഠിച്ച ആളാണ്, ബാപ്പയോടൊപ്പം എല്ലാ രംഗങ്ങളിലും ഖിദ്മത്തിനുണ്ടായിരുന്ന ആളാണ്. ഒരുമിച്ചാണ് അവര് ജീവിതത്തിൽ ദീനിന് വേണ്ടി പ്രവർത്തിച്ചത്, ദുനിയാവിൽ അധ്വാനിച്ചത്. ആ ഒരു സ്നേഹബന്ധം പുലർത്തുന്നത് പോലും സ്വന്തം ബാപ്പയോട് നമ്മൾ ചെയ്യുന്ന കടപ്പാടുകളിൽ പെട്ടതാണ്. ബാപ്പ വഫാത്തായ ശേഷം ഉമ്മയുടെ കൂട്ടുകാരികൾ ഉണ്ടാകും, അവരോട് സ്നേഹബന്ധം പുലർത്തുന്നതും ആ നിലക്കാണ്.